മക്കളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ +1 +2 മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടൈം ടേബിൾ മിസ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് +2ൻ്റെ മുന്നേ വന്നിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ദിവസമാണ് എന്നുള്ളത് മിസ്സോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കുക. ഇനി നമുക്ക് ഇപ്പം പുതുതായിട്ട് മാറ്റം വന്നിട്ടുള്ള ടൈം ടേബിൾ മിസ് ഇതേ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16-ാം തീയതിയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡേറ്റിനൊന്നും മാറ്റമൊന്നുമില്ല. ഇടയിലുള്ള ഈ പറയുന്ന എക്സാംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-ാം തീയതി മൺഡേ നമുക്ക് ജിയോളജി, ഹോം സയൻസ്, അതേപോലെ തന്നെ സൈക്കോളജി. ഓക്കെ, ഇപ്പം നമ്മുടെ മെയിൻ ഭൂരിഭാഗം കുട്ടികളൊക്കെ ഇതിപ്പോൾ കാണുന്ന കുട്ടികളെല്ലാവരും ഫസ്റ്റ് എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് വരുന്നത് 17-ാം തീയതിയാണ് വരുന്നത്. അതേപോലെ തന്നെ 18-ാം തീയതി ആഫ്റ്റർനൂൺ ആയിട്ടാണ് കെമിസ്ട്രി, അതേപോലെ തന്നെ ജോഗ്രഫി, സോഷ്യോളജി, സാൻസ്ക്രിറ്റ്, സാഹിത്യ, ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ, അക്കൗണ്ടൻസി, മ്യൂസിക്, ആന്ത്രപ്പോളജി ഒക്കെ വരുന്നത് 18-ാം തീയതി ആയിട്ടാണ്. അതേപോലെ തന്നെ 19-ാം തീയതി രാവിലെ ആയിട്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ ആണ് മാത്സ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സാൻസ്ക്രിറ്റ് ശാസ്ത്രം ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ആഫ്റ്റർനൂൺ ആണ്. 20-ാം തീയതി ആണ് ആഫ്റ്റർനൂൺ നമുക്ക് ഫിസിക്സ്. അപ്പോൾ ഉണ്ടോ ഇത് മാറ്റം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫിസിക്സ്, അതേപോലെ തന്നെ ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇതൊക്കെ വരുന്നത് 20-ാം തീയതി ഫ്രൈഡേ ആണ്. ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ലീവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 23-ാം തീയതി മൺഡേ രാവിലെ ആയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ്, ഫിലോസഫി, സോഷ്യൽ വർക്ക്, പാർട്ട് 3 ലാംഗ്വേജസ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ ആണ് ബയോളജി, അതായത് 23-ാം തീയതി ആണ് ബയോളജി വരുന്നത്. അതേപോലെ തന്നെ എക്കണോമിക്സ്, ഇലക്ട്രോണിക്സ്, ജേർണലിസം, ഇലക്ട്രോണിക് സിസ്റ്റംസ് ഒക്കെ വരുന്നത് 23-ാം തീയതിയാണ്. 24-ാം തീയതിയാണ് നമ്മുടെ എക്സാം അവസാനിക്കുന്നത്. ആഫ്റ്റർനൂൺ ആണ് പാർട്ട് 2 ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എക്സാം അവസാനിക്കുന്നത് 24-ാം തീയതിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ, അതായത് +1-കാരുടെ മോഡൽ എക്സാം ആണ്. ഇനി +2-കാരുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2-കാരുടെ ഇതാണ് അവർക്ക് മുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുള്ളത് നോക്കി നോക്കാം. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-ാം തീയതി ജിയോളജി, ഹോം സയൻസ്, സൈക്കോളജി. 17-ാം തീയതി ആണ് ഇംഗ്ലീഷ് വരുന്നത്. 18-ാം തീയതി ആണ് കെമിസ്ട്രി വരുന്നത്. അതുപോലെ ജിയോഗ്രഫി, സോഷ്യോളജി, സാൻസ്ക്രിറ്റ്, സാഹിത്യ, ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ, അക്കൗണ്ടൻസി, മ്യൂസിക്, ആന്ത്രപ്പോളജി. 19-ാം തീയതി ആണ് മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സാൻസ്ക്രിറ്റ് ശാസ്ത്രമൊക്കെ വരുന്നത്. അത് രാവിലെ. അതേപോലെ 19-ാം തീയതി ആഫ്റ്റർനൂൺ ആണ് ഗാന്ധിയൻ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. 20-ാം തീയതി ആണ് ഫ്രൈഡേ രാവിലെ പാർട്ട് 2 ലാംഗ്വേജസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നത്. 23-ാം തീയതി മൺഡേ രാവിലെ ആയിട്ടാണ് +2-കാർക്ക് ബയോളജി വരുന്നത്. അതേപോലെ തന്നെ എക്കണോമിക്സ്, ഇലക്ട്രോണിക്സ്, ജേർണലിസം, ഇലക്ട്രോണിക് സിസ്റ്റംസ് ഒക്കെ വരുന്നത് 23-ാം തീയതി ആണ്, മൺഡേ ആണ്. അന്നത്തെ ദിവസം ആഫ്റ്റർനൂൺ ആണ് കമ്പ്യൂട്ടർ സയൻസ്, ഫിലോസഫി, സോഷ്യൽ വർക്ക്, പാർട്ട് 3 ലാംഗ്വേജസ് ഒക്കെ വരുന്നത്. 24-ാം തീയതി രാവിലെ ആയിട്ടാണ് ഫിസിക്സ് വരുന്നത്. അതേപോലെ ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇതൊക്കെ വരുന്നതാണ് 24-ാം തീയതി ആണ് കേട്ടോ, ട്യൂസ്ഡേ. ഓക്കെ, അപ്പോൾ 24-ാം തീയതി ആണ് നമ്മുടെ എക്സാം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചേഞ്ചസ് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് അഥവാ ഇത് ക്ലാരിറ്റിയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഈ PDF ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് മിസ് പറയാം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കുക. തെറ്റി എക്സാമിന് പോകരുത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ പറയുന്ന പുതിയ ടൈം ടേബിൾ അനുസരിച്ച് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.